ഹലോ എവ്രിവൺ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്, നമ്മളോട് ഒരാൾ ഫേക്ക് ആയിട്ടാണ് ലവ് പ്രകടിപ്പിക്കുന്നത്, അതായത് സ്നേഹം പ്രകടിപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്കത് എങ്ങനെ മനസ്സിലാക്കാം. അതിനുവേണ്ടി നമ്മളെ സഹായിക്കുന്ന കുറച്ച് സൈൻസ് ഉണ്ട്. അവരുടെ ബിഹേവിയർ നമ്മളൊന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ എന്തൊക്കെയാണ് ഈ സൈൻ എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് സൈൻ എന്ന് പറയുന്നത്, നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വ്യക്തി, നമ്മുടെ ലൈഫിൽ എത്രത്തോളം നമ്മൾ പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തി നമ്മളോട് എന്തെങ്കിലും ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ, ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് തീർച്ചയായും ഓർമ്മയുണ്ടായിരിക്കും. എസ്പെഷ്യലി ചില ഡേറ്റുകൾ, അല്ലെങ്കിൽ നമ്മൾ കാണാമെന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മീറ്റിംഗ്സ്, അല്ലെങ്കിൽ നമ്മൾ പരസ്പരം ഷെയർ ചെയ്തിട്ടുള്ള മെമ്മറീസ്, ഇതൊക്കെ നമുക്ക് തീർച്ചയായും ഓർമ്മയുണ്ടാകുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇത്തരത്തിൽ നിങ്ങളോട് പ്രോമിസ് ചെയ്ത കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഡേറ്റോ ഇവയ്ക്കൊന്നും യാതൊരുവിധ സീരിയസ്നെസ്സും കൊടുക്കാതെയാണ് അവർ നിങ്ങളോട് നിരന്തരമായിട്ട് പെരുമാറുന്നത് എന്നുണ്ടെങ്കിൽ അതാണ് ഒന്നാമത്തെ സൈൻ. ഈ ഒരൊറ്റ സൈൻ വെച്ചുകൊണ്ട് നമുക്ക് അവരെ വിലയിരുത്താൻ സാധിക്കില്ല. ഇനി പറയാൻ പോകുന്ന എല്ലാ സൈൻസും അവരുടെ ബിഹേവിയറിൽ നമുക്കിത് കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു സ്നേഹം നമ്മളോട് ഫേക്ക് ചെയ്യണം, അല്ലെങ്കിൽ കപടമായിട്ടുള്ള ഒരു സ്നേഹമാണ് പ്രകടിപ്പിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ ഒന്നാമതായിട്ട് ഇങ്ങനെയുള്ള ആളുകളെ മനസ്സിലാക്കാൻ സഹായിക്കുന്ന കാര്യമാണ്, നമ്മൾ പറയുന്ന കാര്യങ്ങളൊന്നും ഓർമ്മയിൽ ഉണ്ടാകില്ല, അതല്ലെങ്കിൽ അതിനൊട്ടും സീരിയസ്നെസ് കൊടുക്കാതെയുള്ള ആറ്റിറ്റ്യൂഡാണ് ഇങ്ങനെയുള്ള ആളുകൾക്ക് കൂടുതലായിട്ടും അവർ നമ്മളോട് പ്രകടിപ്പിക്കുക. രണ്ടാമത്തെ കാര്യം, നമ്മളോട് ഒരാൾക്ക് വ്യക്തമായിട്ടുള്ള അല്ലെങ്കിൽ ജെന്യൂൻ ആയിട്ടുള്ള ഒരു സ്നേഹമില്ലെങ്കിൽ സ്വാഭാവികമായും അവരുമായിട്ടുള്ള ഇൻറ്റിമസിയും കുറവായിരിക്കും എന്നുള്ളതാണ്. സോ ഇത്തരത്തിലുള്ള ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യില്ല. ഒരു പക്ഷേ പേഴ്സണൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് പോലും അവർ കൃത്യമായി നിങ്ങളോട് പറയില്ല എന്നുള്ളതാണ് ഫേക്ക് ആയിട്ട് ലവ് പ്രകടിപ്പിക്കുന്ന മറ്റൊരു സൈന്. അതായത് ഇങ്ങനെയുള്ള ഒരു വ്യക്തികളിൽ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യം, ഒരു പക്ഷേ അവരെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അറിയണം എന്ന ആഗ്രഹവുമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ വ്യക്തമായ ഒരു ആൻസർ നമുക്ക് തരില്ല. അതല്ലെങ്കിൽ കൂടുതലായിട്ട് ഇൻറ്റിമേറ്റ് ആകുന്ന രീതിയിൽ ഇവർ ഇടപഴകില്ല എന്നുള്ളതാണ്. അത് ഒരു പക്ഷേ ഇങ്ങനെ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്ന കാര്യത്തിലായിരിക്കാം, അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്ന കാര്യത്തിലായിരിക്കാം, ഇനി നിങ്ങളെ മീറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുമായിട്ട് ഇടപഴകലായിരിക്കാം. ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളിലും ഇൻറ്റിമേറ്റ് ആകുന്നില്ല എന്നുള്ളത് ഇങ്ങനെയുള്ള ആളുകൾ കോൺഷ്യസ്ലി ഉറപ്പുവരുത്തും. അല്ലെങ്കിൽ ഇൻറ്റിമേറ്റ് ആകുന്ന രീതിയിലുള്ള യാതൊരുവിധ ഇന്ററാക്ഷനും അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ സൈൻ. തേർഡ് വൺ, ഇങ്ങനെയുള്ള ആളുകൾ ഒരുപാട് എക്സ്ക്യൂസ് പറയുകയോ അല്ലെങ്കിൽ കള്ളങ്ങൾ പറയുകയോ ചെയ്യും. കാരണം നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് അവർക്ക് എന്തോ ഒരു കാര്യത്തിന് ആവശ്യമാണ്. ഒരു പക്ഷേ റിലേഷൻഷിപ്പ് എന്നുള്ള രീതിയിൽ ആവശ്യമായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ജസ്റ്റ് ഒരു എന്റർടൈൻമെന്റ് എന്ന രീതിയിലൊക്കെ ആയിരിക്കാം അവർ ആ ഒരു റിലേഷൻഷിപ്പിലെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ആ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് എക്സ്ക്യൂസസുകൾ കണ്ടെത്തുകയോ പറയുകയോ ചെയ്യേണ്ടി വരുന്നു, അതല്ലെങ്കിൽ കള്ളങ്ങൾ പറയുകയോ ചെയ്യുകയോ ചെയ്യേണ്ടി വരുന്നു. സോ ഇങ്ങനെയുള്ള രണ്ട് കാര്യങ്ങളും ഇങ്ങനെയുള്ള ആളുകളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും കൂടുതലായിട്ട്. ഇനി ഇത്തരക്കാരുടെ ഒരു പ്രധാന സ്വഭാവമാണ്, അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടാവുന്ന സമയത്ത് ഒരുപക്ഷെ അവർക്ക് ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു സംസാരം ആവശ്യമാണ്. അതായത് നിങ്ങളുമായിട്ട് അവർക്ക് സംസാരിക്കണം, അതാണ് അവരുടെ ആവശ്യം എന്നുണ്ടെങ്കിൽ ആ സമയത്ത് അവർക്ക് വളരെ കാമായിട്ട് വളരെ സ്വീറ്റ് ആയിട്ട് നിങ്ങളോട് ഇടപഴകാൻ സാധിക്കും. ഇത്തരത്തിൽ അവർക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടാകുന്ന സമയത്ത് മാത്രം നിങ്ങളുമായിട്ട് കൂടുതലായിട്ട് ഇഷ്ടമുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന രീതിയിൽ നിങ്ങളോട് ഇടപഴകുന്നുണ്ടെങ്കിൽ അതാണ് മറ്റൊരു സൈന്. എസ്പെഷ്യലി എല്ലാ സമയത്തും അങ്ങനെ ആയിരിക്കുന്നില്ല. അവർക്ക് എന്തെങ്കിലും ഒരു ആവശ്യമുള്ള സമയത്ത് മാത്രമാണ് നിങ്ങളുമായിട്ട് ഇങ്ങനെ സ്വീറ്റ് ആയിട്ട് ഇടപഴകുന്നത് എന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ട ഒരു സ്വഭാവമാണ്. മറ്റൊരു സൈൻ, ഇങ്ങനെ ഫേക്ക് ആയിട്ട് ലവ് പ്രകടിപ്പിക്കുന്ന ആളുകൾ അത് അറിഞ്ഞോ അറിയാതെയോ അവരുടെ ഭാഗത്തുനിന്നും സംഭവിക്കുന്നതായിരിക്കാം, നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ മറ്റുള്ള ആളുകളുമായിട്ട്, അത് സ്ത്രീയോടായിരിക്കാം അല്ലെങ്കിൽ പുരുഷനോടായിരിക്കാം, ഫ്ലേർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഒരു പക്ഷെ നിങ്ങളെ കാണുക അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ടിൽ വെച്ചുകൊണ്ട് തന്നെ ആയിരിക്കാം, കോൺഷ്യസ് ആയിട്ടായിരിക്കാം അല്ലെങ്കിൽ കോൺഷ്യസ്ലി അല്ലാതെയും ആയിരിക്കാം ഫ്ലേർട്ടിങ് വരുന്നുണ്ടെങ്കിൽ അതും ശ്രദ്ധിക്കേണ്ട മറ്റൊരു സൈനാണ്. മറ്റൊരു കാര്യം, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾക്കൊന്നും അത്രത്തോളം അറ്റൻഷൻ നൽകില്ല എന്നുള്ളതാണ്. ഒരു പക്ഷേ എന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതിന് അത്രത്തോളം സീരിയസ്നെസ് നൽകുകയോ അതല്ലെങ്കിൽ അത് മുഖവിലക്ക് എടുക്കുകയോ ചെയ്യില്ല. അങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡും ഇങ്ങനെയുള്ള ആളുകളിൽ നിന്നും കൂടുതലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റൊരു സൈനാണ്, ഇങ്ങനെയുള്ള ആളുകളുടെ സംസാരം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവരെപ്പോഴും അവരിൽ തന്നെ സെൽഫ് സെന്റേർഡ് ആയിട്ടായിരിക്കും. ഞാൻ, എൻ്റെ, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും
ആയിരിക്കും കൂടുതലായിട്ട് സംസാരിക്കുക. ഒരിക്കലും അവർ വി എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് എത്തിയിട്ടുണ്ടായിരിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ അങ്ങനെയുള്ള ഒരു വി കോൺസെപ്റ്റിലുള്ള സംസാരം കുറവായിരിക്കും. മാത്രമല്ല ഫ്യൂച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടി ഫോർവേഡ് ആയിട്ട് തിങ്ക് ചെയ്യുന്ന രീതിയിലുള്ള സംസാരവും ഇങ്ങനെയുള്ള ആളുകളിൽ നിന്നും നമുക്ക് കിട്ടില്ല എന്നുള്ളതാണ്. അതായത് ഫേക്ക് ആയിട്ട് ലവ് പ്രകടിപ്പിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മൈൻഡിൽ ഒരിക്കലും ഉണ്ടായിരിക്കില്ല ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് ആണ് ഈ പെർട്ടിക്കുലർ വ്യക്തിയുമായിട്ട് വേണ്ടത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു വീക്ക് കോൺസെപ്റ്റോ അല്ലെങ്കിൽ കുറച്ചുകൂടി ഫ്യൂച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളോ ഒന്നും ഇവർ ഷെയർ ചെയ്യില്ല. നെക്സ്റ്റ്, എന്തിനു വേണ്ടിയിട്ടാണ് ആക്ച്വലി ഇവർ ഈ ഫേക്ക് ആയിട്ട് ലവ് പ്രകടിപ്പിക്കുന്നത് എന്നുള്ളത് ഇവരുടെ പ്രവൃത്തിയിൽ നിന്നും നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ചില ആളുകൾക്ക് ഒരു റിലേഷൻഷിപ്പ് വേണമെന്നായിരിക്കും, അതല്ലെങ്കിൽ ചില ആളുകൾക്ക് ഫിനാൻഷ്യൽ ബെനിഫിറ്റിനായിരിക്കാം, അതല്ലെങ്കിൽ ഫിസിക്കൽ ഇൻറ്റിമസി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഇമോഷണൽ സപ്പോർട്ട് എന്ന രീതിയിലായിരിക്കാം. ഇങ്ങനെ പല പല റീസൺസിന് വേണ്ടിയിട്ടാണ് ഓരോ ആളുകളും ലവ് അല്ലെങ്കിൽ സ്നേഹം ഫേക്കായിട്ട് പ്രകടിപ്പിക്കുന്നത്. സോ ഇവരുടെ പ്രവൃത്തി നന്നായി ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, ഫിസിക്കൽ ഇൻറ്റിമസി എന്നുള്ളതാണ് ഇവരുടെ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ അവർ ആ ഒരു ഫിസിക്കൽ ഇൻറ്റിമസിക്ക് വേണ്ടി മാത്രമായിരിക്കും നിങ്ങളോട് കൂടുതലായിട്ട് ഇടപഴകുന്നത്, അല്ലെങ്കിൽ നിങ്ങളെ കൂടുതലായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടെ എനർജിയും ടൈമും ഒക്കെ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആ ഒരു ഫിസിക്കൽ ഇൻറ്റിമസി അവർക്ക് ലഭിക്കും, അല്ലെങ്കിൽ ആ ഒരു ഫിസിക്കൽ ഇൻറ്റിമസിക്കുള്ള ഒരു സാധ്യതയുണ്ട് എന്നറിയുമ്പോൾ മാത്രമായിരിക്കും. സോ ഇവരുടെ ഒരു പ്രവൃത്തി അല്ലെങ്കിൽ സംസാരമൊക്കെ വ്യക്തമായി ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തിനു വേണ്ടിയിട്ടാണ് ആക്ച്വലി ഇവരിങ്ങനെ ഫേക്ക് ആയിട്ടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നത് എന്നുള്ളത്. മറ്റൊരു കാര്യം, ഇവരൊരിക്കലും അവരായിട്ട് തന്നെ ഒരു കാര്യവും ചെയ്യില്ല എന്നുള്ളതാണ്. അതായത് ഒരു കാര്യത്തിനും അവർ മുൻകൈ എടുക്കില്ല. ഒരു പക്ഷെ നിങ്ങളെ മെസ്സേജ് അയക്കുന്നതിനോ, അല്ലെങ്കിൽ നിങ്ങളെ കോൾ ചെയ്യുന്നതിനോ, അല്ലെങ്കിൽ നിങ്ങളെ മീറ്റ് ചെയ്യുന്നതിനോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യം സെലിബ്രേറ്റ് ചെയ്യുന്നതിനോ ഒന്നും തന്നെ ഇവർ മുൻകൈ എടുക്കില്ല. കാരണം ഇവർ വളരെ സെൽഫ് സെന്റേർഡ് ആയിട്ട്, അതല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിന് അത്രത്തോളം പ്രാധാന്യം കൊടുക്കാത്തത് കൊണ്ടാണ്. അതുമല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ആ ഒരു ഇന്റിമസി ഇനിയും അധികമാക്കണം എന്ന് ഇവർ ആഗ്രഹിക്കാത്തത് കൊണ്ടാണ് പെർട്ടിക്കുലറായി ഒരു കാര്യത്തിനും ഇവർ മുൻകൈ എടുക്കില്ല. നെക്സ്റ്റ് വൺ, ഇവരുടെ ഒരു ബിഹേവിയർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങളൊരു പബ്ലിക് പ്ലേസിലായിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റും ഒരുപാട് വ്യക്തികൾ ഉണ്ടാകുന്ന സമയത്ത് ഒരു ബിഹേവിയറും, അതുപോലെ തന്നെ പ്രൈവറ്റ് അല്ലെങ്കിൽ നിങ്ങൾ മാത്രം ഉണ്ടായിരിക്കുന്ന ആ ഒരു സ്പേസിൽ ഇവരുടെ ബിഹേവിയർ ഡിഫറെൻറ്റുമായിരിക്കും. ഇതെല്ലാ ആളുകളിലും അങ്ങനെയല്ലേ എന്നായിരിക്കും ചിന്തിക്കുന്നത്. അങ്ങനെയല്ല. ഇപ്പോൾ പബ്ലിക്കായിട്ട്, അതായത് നമ്മുടെ കൂടെ ഒരുപാട് വ്യക്തികളുണ്ട്, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കുകയാണ് നമ്മളുടെ റിലേഷൻഷിപ്പ് ആരും അറിയണ്ട, അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ ഇങ്ങനെ ഒരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പിലാണ് അല്ലെങ്കിൽ സ്നേഹത്തിലാണ് എന്ന് അറിയണ്ട എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ഒരു പബ്ലിക് സ്പേസിൽ നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ വ്യക്തിയുമായിട്ട് ഒരു ഇൻറ്റിമസി അല്ലെങ്കിൽ കുറച്ചുകൂടി നമ്മൾ ഫ്രീ ആയിട്ട് ഇടപഴകില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് എന്നുള്ള കാര്യം അവരെ അറിയിക്കാത്ത രീതിയിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ഇല്ല എന്നുള്ള ആറ്റിറ്റ്യൂഡിലായിരിക്കും നമ്മൾ പെരുമാറുക. ഇങ്ങനെ തന്നെ ആയിരിക്കും ഇങ്ങനെ ലവ് ഫേക്ക് ആയിട്ട് പ്രകടിപ്പിക്കുന്ന ആളുകൾ ചെയ്യുക. അതായത് പബ്ലിക്കലി അവർ ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പിലാണ് എന്നുള്ള യാതൊരുവിധ സൈനോ അല്ലെങ്കിൽ പറയുകയോ ഒന്നും ചെയ്യില്ല. എന്നാൽ പ്രൈവറ്റ് ആയിരിക്കുന്ന സമയത്ത് അതിനൊരുപാട് അത് എന്താണെന്ന് ചോദിക്കുന്ന സമയത്ത് ഒരു പക്ഷെ അതിന് വേണ്ടിയിട്ട് ഒരുപാട് കള്ളം പറയുന്നു, അല്ലെങ്കിൽ ഒരുപാട് എക്സ്ക്യൂസുകൾ ഫൈൻഡ് ചെയ്തുകൊണ്ട് അത് പറയുന്നു, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം അവർക്ക് പറയാനുണ്ടായിരിക്കും എന്നുള്ളതാണ്. സോ ഇവരുടെ ആ ഒരു പെരുമാറ്റം അല്ലെങ്കിൽ ഇവരുടെ ആ ഒരു ബിഹേവിയർ രണ്ടും രണ്ടായിരിക്കും. അവരുടെ വാക്കുകളും പ്രവൃത്തികളും തമ്മിലൊരു കൺസിസ്റ്റൻസി ഫീൽ ചെയ്യില്ല എന്നുള്ളതാണ് മറ്റൊരു സൈൻ. ഫൈനൽ വൺ, നമ്മുടെ ലൈഫിൽ നമ്മളൊരു ഇഷ്ടപ്പെടുന്ന വ്യക്തി ഉണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒക്കെ ഒരു കാര്യം, എസ്പെഷ്യലി എന്തെങ്കിലും ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷനൊക്കെ എടുക്കുന്ന സമയത്ത് അവരോട് ഒരു ഒപ്പീനിയൻ ചോദിക്കുക എന്നുള്ളത് പല ആളുകളും ചെയ്യുന്ന ഒരു കാര്യമാണ്. ഒരു പക്ഷെ അവരുടെ അഭിപ്രായം എടുത്തോളണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ എന്നാലും ആ ഒരു ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ നമ്മൾ അവരെ ഇൻവോൾവ് ചെയ്യിപ്പിക്കാറുണ്ട്. അങ്ങനെയാണ് പലപ്പോഴും ഒരു ഹെൽത്തി റിലേഷൻഷിപ്പിൽ കണ്ടുവരുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു ഡിസിഷൻ മേക്കിങ്ങിൽ യാതൊരുവിധ ഇൻവോൾവ്മെന്റും അവർക്ക് കൊടുക്കില്ല. ഒരു പക്ഷെ അങ്ങനെയുള്ള ഒരു ചോദ്യമോ അല്ലെങ്കിൽ ഒരു ഒപ്പീനിയൻ കാര്യങ്ങളോ ഒന്നും അവരോട് ചോദിക്കില്ല എന്നുള്ളതാണ് ഇങ്ങനെ ഫേക്ക് ആയിട്ട് ലവ് പ്രകടിപ്പിക്കുന്ന ആളുകൾ ചെയ്യുന്ന, അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്ന് നമുക്ക് കാണാൻ കഴിയുന്ന മറ്റൊരു കാര്യം. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ലൈഫിലുള്ള ഒരു വ്യക്തി നമ്മളോട് ചെയ്യുന്നുണ്ടെങ്കിൽ ആക്ച്വലി നമുക്കും അവർക്കും ഇടയിൽ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് സ്റ്റിൽ ഉണ്ടായിട്ടില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ റിലേഷൻഷിപ്പ് അവർക്ക് എന്തോ ഒരു കാര്യത്തിന് എന്തോ ഒരു ഇൻറ്റൻഷൻ വെച്ചുകൊണ്ട് അവർക്ക് ആവശ്യമാണ് എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങൾ കണ്ടിന്യൂസ്ലി അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായി നമുക്കിത് ഉറപ്പിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കട്ടെ. റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമുക്കതിനുള്ള സൊല്യൂഷൻ കണ്ടെത്താവുന്നതാണ്.
എന്തെങ്കിലും പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്